അതെ അതെ അതെ, എന്റെ ആദ്യത്തെ സിനിമയുടെ പൂജയാണെന്ന്. ഞാൻ വിളിക്കാൻ ഞാൻ മറന്നിട്ടില്ല. ശരി ശരി, ഇവിടെ പൂജയുടെ തിരക്കൊക്കെയാണ്, പിന്നെ വിളിക്കാൻ കേട്ടോ. നസീർക്ക, പണ്ട് ഞാൻ പുള്ളിയെടുത്തൊരു കഥ പറയാൻ ചെന്നു. എന്റെ ആദ്യത്തെ സിനിമ അറിയാത്ത പുള്ള ചൊറിയുമ്പോ അറിയും. കഥയുടെ പകുതിയപ്പോ എന്നോട് പറഞ്ഞു, എടുത്തോണ്ട് പോടാ, എന്റെ നാക്കൊക്കെ ചൊറി വരുന്നത്. ഞാൻ ചോദിച്ചെന്റെ പുറകെ നടക്കുക. അല്ല, എന്റെ ഈ സിനിമയുടെ പേരെന്തോന്നറിയാട്ടെ? ചക്കച്ചവണിയും ആട്ടുംകുട്ടിയും. അതായത് എന്റെ നായകൻ എന്റെ മൃഗസ്നേഹിയാവുന്ന കഥയാണ്. പ്രൊഡ്യൂസർ നായകനും വരുമ്പോ നമുക്ക് പൂജ പൊങ്ങ് തുടങ്ങാം കേടാ. എന്റെ പൊന്നു സാറേ, മേളക്കാരോട് മേളം നിർത്താ പറ. ഇനി നമുക്ക് നായകൻ വന്നിട്ട് നമുക്ക് മേള ഇട്ടാന്ന് പറയുന്നു പറ. അത് അവിടെ പറഞ്ഞാ നിൽക്കില്ല, ഇവിടെ പറയണം. എന്തായാലും ഒരു ചടങ്ങ് നടക്കുമല്ലേ, അതുകൊണ്ട് എന്റെ എൻട്രി പഞ്ചിന് വേണ്ടി ഞാൻ ഫോണിൽ ഇട്ടതാ. ഇതിലൂടെ ഞാൻ ഒരു 50,000 രൂപ ലാഭിച്ചിട്ടുണ്ട്. ഒരു ബുദ്ധി. പിന്നെ എഗ്രിമെന്റ് പ്രകാരം 1 കോടി ഷൂട്ടിങ്ങിനും ബാക്കി 50 വിളിച്ചു പറയലിനുമാണ്. വിളിച്ചു പറയാനത് ഇലക്ഷൻ ഒന്നുമല്ല, സിനിമ ഷൂട്ടിംഗ്. അതൊന്നും അല്ല, എല്ലാത്തിനും കൂടെ വിളിച്ചു പറക്കി ചെലവും കൊടുത്ത് ഓരോ സ്കൂളിലായിട്ട് ടൂറിന് കൊണ്ടുപോകത്തില്ലേ. സാറ് പ്രൊമോഷൻ ആണ് ഉദ്ദേശിച്ചത്? അത് തന്നെ. സാറേ, സാർ എന്റെ ഈ സിനിമ ഏറ്റെടുക്കാനുള്ള കാരണം എന്താണ്? തന്റെ ശല്യം കാരണം എത്രയെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഗേറ്റും പൂട്ടി വീട്ടിന്റെ അകത്തിരിക്കുന്നത് രാവിലെ എഴുച്ച കാണിയാണെന്നത് തന്നെയാ. പൈസ പോയാലും വേണ്ടില്ല, ഒന്ന് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയല്ലോ. എന്റെ മനസ്സിൽ ഈ സിനിമ അങ്ങ് കാശ്മീരി വെച്ചെടുക്കണമെന്നാണ്. അതൊന്നും വേണ്ട, ഈ സിനിമ എവിടെ വെച്ചെടുക്കണമെന്ന് എന്റെ മനസ്സിലുണ്ട്. എന്നാ സാറ് പറ. അതായത് എന്റെ വീട്ടിന്റെ ബാക്കിലാകുമ്പോ നല്ല വയലും നല്ല തോടും പിന്നെ ഒരുപാട് കൊക്കുകളും ഉണ്ട്. നമുക്ക് അവിടെ വെച്ചെടുത്താ പോരെ? ഞാൻ സേവ് ദ ഡേറ്റ് അല്ല എടുക്കുന്ന, സിനിമ ഷൂട്ടിംഗ്. എന്നാ പിന്നെ അത് പോട്ടെ. നായിക ഇതുവരെ വന്നില്ലേ? സാറേ, നായിക കഴിഞ്ഞ ലൊക്കേഷൻ വെച്ച് ഷോക്ക് അടിച്ചു. ഷൂട്ടിങ്ങിനിടയിലായിരിക്കും അല്ലേ? അല്ല, കാരവാനാന്നും പറഞ്ഞ് ജനറേറ്റർ വണ്ടി കയറി അങ്ങ് ഇരുന്ന്. അറിയാത്തവരെയാണോ സിനിമ എടുക്കാൻ വിളിച്ചേക്കുന്നേ? അല്ല, നമുക്ക് എന്റെ ഈ സിനിമ ഇറക്കാൻ നമുക്ക് OTT ആദ്യം തന്നെ ഇടണം കേട്ടോ. ഇത് ഇറങ്ങിയില്ലെങ്കിൽ OP ടിക്കറ്റ് എടുത്ത് ഞാൻ ഏതെങ്കിലും ആശുപത്രി പോയി കിടക്കേണ്ടി വരും. അത്രയ്ക്ക് പൈസ ഞാൻ ഇതിനു വേണ്ടി ഇറക്കണേ. അല്ല, സാറിന്റെ കഴിഞ്ഞ സിനിമയിൽ തുടക്കത്തെ അനൗൺസ്മെന്റ് കേട്ടില്ലല്ലോ, മദ്യപാനം ശരീരത്തിന് ഹാനികരമെന്ന്. അത് പറയേണ്ടവനാണ് ആദ്യം അടിച്ച് ഫിറ്റായി അവിടെ കിടന്നത്. പിന്നെ എങ്ങനെ പറയാനാ? നായകൻ വന്നില്ലയോ? നായകൻ രാവിലെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവനെ കണ്ടില്ലല്ലോ. ആ ഫുഡ് കൊടുക്കുന്നിടത്ത് റെജി സാന്ദ്രായിട്ട് പ്ലേറ്റിന് വേണ്ടി കിടന്ന് അടി കൂടുന്നു. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ. നമസ്കാരം ഉണ്ട് സാറേ. ഇത്രയും ദിവസം എവിടെയായിരുന്നു? കണ്ടില്ലല്ലോ. ഡയറക്ടർ സാറ് പറഞ്ഞു വർക്ക്ഷോപ്പിൽ പോയി പഠിക്കണോന്ന്. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നതാ. കണ്ടോടോ, താനല്ലേ പറഞ്ഞ ഡെഡിക്കേഷൻ ഇല്ലാത്ത ആളാണെന്ന്. എന്നിട്ട് എന്തൊക്കെ പഠിച്ചു? ബൈക്കിന്റെ ചെയിൻ മാറ്റാൻ പഠിച്ചു, പിന്നെ ഓയിൽ മാറ്റാൻ പഠിച്ചു. എഞ്ചിൻ പണി അത് 2 ആഴ്ചയാവൂന്ന് ഇവര് പറഞ്ഞു. ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ പോയി പഠിക്കാൻ പറഞ്ഞപ്പോ ഏതാണ്ട് ബൈക്ക് വർക്ക്ഷോപ്പിൽ പോയി പണിയും പഠിച്ചോണ്ട് വന്നേക്കുന്നു. സാറേ, സാർ അങ്ങനെ സിനിമ എന്ന് പറഞ്ഞുകൂടാത്തവനായിട്ട് കണക്കാക്കല്ലേ കേട്ടോ. എന്റെ അച്ഛൻ അഭിനയിച്ച സിനിമ ഇറങ്ങിയിരുന്നെങ്കിലേ ഒരു സൂപ്പർ സ്റ്റാറിന്റെ മോനായിട്ട് ഞാൻ അറിയപ്പെട്ടേനെ. അയ്യോ സോറി സാർ, താങ്കൾ അച്ഛൻ അഭിനയിച്ച സിനിമ ഏതാണ്? വെളിച്ചം കാണാത്തവർ. സിനിമ ഇറങ്ങാൻ, അതുകൊണ്ട് അവനൊക്കെ ഇപ്പോഴും വെളിച്ചം കണ്ടോണ്ടിരിക്കുന്നു. താൻ ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും പടം എടുത്തിട്ടുണ്ടോ? സാറേ, ഞാനൊരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്. ഏതാ? പൊറോട്ടയും മുട്ടയും. എവിടെ എവിടെ എവിടെ? എന്തോന്ന്? പൊറോട്ടയും മുട്ടയും. അയ്യോ, നിനക്ക് തിന്നാൻ തരാനല്ല, എന്റെ ഷോർട്ട് ഫിലിമിന്റെ പേരാ പറഞ്ഞ പൊറോട്ടയും മുട്ടയും. ഇവൻ അഭിനയിക്കുന്നു, എനിക്കൊന്ന് അറിയണം. ഇവൻ എന്നെ ടെസ്റ്റ് ചെയ്യണോ? എന്നാ താൻ ടെസ്റ്റ് ചെയ്ത് നോക്ക്. നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താണ് പറഞ്ഞത്? നാട്യശാസ്ത്രത്തിൽ ഭരതമുനി പറഞ്ഞത് അതെന്നെ ഞാൻ ചോദിച്ചാൽ എല്ലാവരും റിപ്പീറ്റേഷൻ അടിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഒരു മുനിയാണല്ലോ, അതുകൊണ്ട് വേണ്ടാതീനൊന്നും ആയിരിക്കില്ല പറയുന്നത്. നല്ല കാര്യം തന്നെ ആയിരിക്കും. സാറേ, ഈ ലോകത്തുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ കാര്യം അറിയാം. പിന്നെ സാർ എന്തിനാണ് വെറുതെ ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നേ? ഉത്തരം അറിയത്തില്ലെങ്കിൽ എന്തിനാ ഉരുള മിടുക്കനാ. അല്ല, താൻ ഈ സ്ക്രിപ്റ്റ് ഒക്കെ പൊളിച്ചിട്ട് നായകൻ നല്ലൊരു എൻട്രി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ? സാറേ, ഞാൻ നല്ല കിടുക്കാച്ചി എൻട്രി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു നല്ല വിശാലമായ വയല്. അവിടെ നമ്മുടെ ആട് പച്ച പുല്ല് കഴിച്ചോണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആ നിമിഷം തന്നെ ഒരു നീർക്കോലി നമ്മുടെ ആടിന്റെ കാലിൽ ചുറ്റി. അന്നേരം ആകാശം ഇരുണ്ടുകൂടി. 3 വശത്തുനിന്ന് ഹെലികോപ്റ്റർ വട്ടം പറക്കുന്നു. ആടിന് ചുറ്റും 16 സ്കോർപിയോ വരങ്ങി കറങ്ങി. നേരത്തേക്ക് ബുൾഡോസറിൽ നമ്മുടെ നായകന്റെ എൻട്രി. ഒരു നിസാര പൂവാലനെ കൊല്ല. പൂവാലൻ എന്ന് അതിന്റെ പേരെന്താണ്? അതിനെ കൊല്ലാനാണോ സാറ് വെറുതെ എങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ? ഒരേ തടി എന്റെ കണ്ണനെ എപ്പോഴേ ഞാൻ അടിച്ചങ്ങ് കൊന്നേനെ. എന്റെ പൊന്നോ, നിനക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതി കൂടായിരുന്ന. എന്തെങ്കിലും ആവട്ടെ. അല്ല,
നീ ഇതിന് ആ പൂജ കഴിഞ്ഞിട്ട് ആദ്യം ഷൂട്ട് ചെയ്യാൻ വെച്ചിരുന്ന സീൻ എവിടെ? സാറേ ഞാൻ പൂജ കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ വെച്ചിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ 24 അടിയുള്ള കെട്ടിടമില്ലേ, അതിന്റെ മുകളിൽ നിന്ന് നമുക്ക് ജിബ് വെച്ചിട്ട് നായകൻ വില്ലനെ ചവിട്ടിയിരുന്നതാണ്. അതായത് നമ്മുടെ ആക്ഷൻ മാസ്റ്ററിനെ ചവിട്ടിയിരുന്നതാണ്. എന്നാ പിന്നെ അതെടുക്കാം. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? ക്രെയിൻ വന്നില്ലേ? ക്രൈം വന്നു. പിന്നെ സ്റ്റണ്ട് മാസ്റ്റർ വന്നില്ലേ? സ്റ്റണ്ട് മാസ്റ്ററൊക്കെ വന്നു. പിന്നെ എന്താണോ? അതായത് 24 അടിയുള്ള കെട്ടിടം കണ്ടപ്പോഴത്തേക്ക് സ്റ്റണ്ട് മാസ്റ്ററിന് തലയൊക്കെ കറങ്ങി പ്രഷർ പറഞ്ഞില്ല, മൂലക്കിരിക്കുന്ന സാറേ എന്റെ കഞ്ഞിവെള്ളം ചോദിച്ചോ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എന്നെ അഭിനയിപ്പിച്ചാല് 2 ഗുണമുണ്ട്. എന്തൊക്കെയാ അത്? ഞാൻ പാട്ടും പാടും. താനല്ലേ പറഞ്ഞു കൊള്ളില്ലാത്തവനാണെന്ന്, പാട്ട് പാടുമെന്ന്. എന്നാ പിന്നെ നമുക്ക് വേണ്ടി ഒരു പാട്ട്. ചാന്തു കുഴച്ചൊരു സൂര്യൻ മാനത്ത്. എന്താണ് ആകാശത്ത് വല്ല കോൺക്രീറ്റ് പണി വല്ലതും നടക്കണോ ഇത്ര ചാന്തിട്ട് കുഴക്കാൻ? എന്ന് നിങ്ങൾ ഇതൊക്കെ നിർത്ത്, നമുക്ക് പൂജയിലോട്ട് കടക്കാം. പൂജ എന്ന സാറ് തന്നെ ആദ്യത്തെ തിരിയും കത്തിക്ക് സാറേ. ഞാൻ കത്തിക്കില്ല. എന്താ? ഞാൻ കത്തിച്ചതെല്ലാം 8 നില പൊട്ടിയിട്ടേ ഉള്ളൂ. ഒന്ന് അങ്ങോട്ട് മാറ്, ഞാൻ കത്തിക്കാം സാറേ. അയ്യോ യവൻ കത്തിക്കണ എന്തിനാന്നൊക്കെ എനിക്കറിയാം. ഇല്ല ഗണപതിക്ക് വെച്ചേക്കുന്ന പഴമെടുത്ത് തിന്നാനല്ല ഓടി വന്നത്, അല്ലാതെ കത്തിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പ്രചോദേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ പ്രചോദേട്ടനെ വിളിച്ചൊരു തിരി കത്തിച്ചാൽ നമുക്ക് നല്ല ഐശ്വര്യമായിരിക്കും. സാറിന് വലിയ കുഴപ്പമില്ല ഉണ്ടോ? ഏയ് എനിക്കൊരു കുഴപ്പമില്ല, ഒരു തിരിയല്ലേ കത്തിച്ചോട്ടെ. അതിന്റെ സാറ് വിളി. ഞാൻ വിളിക്കുന്നില്ല, താൻ വിളിച്ചോ. ഞാൻ വിളിച്ചാൽ ചിലപ്പോ പൈസ കൊടുക്കേണ്ടി വരും. പ്രചോദേട്ടാ ഒന്ന് വരാമോ എന്റെ ഈ സിനിമയുടെ തിരി ഒന്ന് കത്തിക്കാൻ? നല്ല ഐശ്വര്യമായിരിക്കും. ഇട്ടാ കുഴപ്പം ഇതാ കത്തത്തി. പ്രചോദനം കത്തിക്കുന്നു. തിന്നങ്ങാണ് നടക്കൂ. പ്രചോദേട്ടാ പെട്ടെന്നാവണേ, സീന് ഷൂട്ട് ചെയ്യാനുള്ളതാണേ. നമുക്ക് പൂജ അടുത്ത ദിവസത്തോടെ മാറ്റി വെച്ചാലോ. കത്തത്തൊന്നും ഇല്ല. മതി മതി മതി. കത്തിക്ക് 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 സാർ. അയ്യോ അതിന് ഒരു തിരിയും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ കത്തിക്കാം. ഒരാൾ കത്തിക്കണോ നമ്മൾ മാറി അങ്ങോട്ട് എന്തോ കാണിക്കുവോ? കത്തിയോ? താങ്ക് യു പ്രചോദേട്ടാ, താങ്ക് യു. ഓക്കെ എന്തായാലും തിരി കൊളുത്തി. ഇനി എന്റെ സിനിമ അങ്ങോട്ടങ്ങ് പോകും. എന്താ സാറേ കരയുന്നേ? ഞാൻ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യില്ല. 2 തിരി ഉണ്ടായിരുന്നു, ഒരു തിരി പ്രചോദ കത്തിച്ച്, ഒരു തിരിയെങ്കിലും എന്നെ കൊണ്ട് കത്തിക്കായിരുന്നു. ചീപ്പ് മീശം വെച്ചോണ്ടിരുന്ന കരയുന്നത് എന്താ ചെയ്യാനാന്ന്? ചീപ്പെന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? മാറിയില്ലടാ. ഞാൻ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യില്ല. 2 തിരി കത്തിച്ച ആളെ വിളിച്ചങ്ങ് പ്രൊഡ്യൂസ് ചെയ്തോ. ചെറിയൊരു വിഷയമുണ്ട്. എന്താണ്? സാറ് പ്രൊഡ്യൂസ് ചെയ്യില്ലെന്ന് പറഞ്ഞു. 2 തിരി പ്രചോദേട്ടൻ തന്നെ കത്തിച്ചേ. പ്രചോദേട്ടൻ തന്നെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം. അത് നടക്കുകയല്ല. ഞാൻ തിരി കത്തിക്കാൻ വന്ന തിരി കത്തിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ ഈ സിനിമ പൊളിഞ്ഞു. അപ്പൊ ക്ലൈമാക്സ് പൊളിഞ്ഞ സിനിമയ്ക്ക് എന്തിനാണ് ഇനി ക്ലൈമാക്സ്? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.